ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ്, 1 സവാള, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും. അടുത്തതായി വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 3 ഏലക്ക, പട്ട ചെറിയ കഷ്ണം 2 പീസ്, 1 തക്കോലം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും, 4 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള സ്പൈസസ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ സ്പൈസസ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടാം. ഇതിൽ വേറെ എരിവൊന്നും വരുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് വരുന്നത്. ഇനി ഇതിലേക്ക് സവാള കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ക്യാരറ്റിന് വേവ് കുറവായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പകുതി വേവായതിന് ശേഷം നമുക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 2ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1ാം പാലാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്